ഇവിടെ ഇപ്പോൾ 15 വർഷക്കാലം ഈ പാർലമെൻറ്റ് മണ്ഡലത്തിനെ പ്രതിനിധാനം ചെയ്ത നമ്മുടെ നിലവിലുള്ള എം പി അദ്ദേഹത്തിൻ്റെ തീർത്തും വികസന വിരുദ്ധമായിട്ടുള്ള സമീപനങ്ങൾക്കെതിരായൊരു വിധിയെഴുത്തി തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ 15 വർഷക്കാലം വികസനത്തിൻ്റെ കാര്യത്തിൽ സമ്പൂർണ്ണമായി ഒരു മുരടിപ്പാണ് ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഉണ്ടായതെന്ന് ഉദാഹരണങ്ങൾ നേരത്തെ നമുക്ക് പറയാൻ കഴിയും. 15 വർഷക്കാലത്തിനിടയിൽ എടുത്തു പറയാവുന്ന ഒരു കേന്ദ്ര പദ്ധതിയും ഈ പാർലമെൻറ്റ് മണ്ഡലത്തിനുള്ളിൽ യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട 2 വിഷയങ്ങൾ, ഒന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ വിൽപ്പനയാണ്. തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊന്നായ ഹിന്ദുസ്ഥാൻ ലാറ്റക്സിൻ്റെ വിൽപ്പനയാണ്. വിമാനത്താവളം നമ്മളെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തിൻ്റെ അഭിമാനമായി, ഇന്ത്യയിലെ തന്നെ ചരിത്രപരമായി വലിയ പ്രാധാന്യമുള്ള അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലൊന്നാണ് തിരുവനന്തപുരം. ആ വിമാനത്താവളം BJP സർക്കാർ വിൽക്കാൻ തീരുമാനിക്കുമ്പോൾ അതിനെതിരായി തിരുവനന്തപുരത്ത് ഉയർന്ന ജനകീയ പ്രക്ഷോഭങ്ങളെ പരിഹസിക്കുന്ന സമീപനമാണ് നമ്മുടെ എം പിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. നമുക്കെല്ലാവർക്കും അറിയാം. ഹിന്ദുസ്ഥാൻ ലാറ്റക്സിൻ്റെ സ്വകാര്യവൽക്കരണം, നമ്മുടെ അഭിമാനമായൊരു പൊതുമേഖലാ സ്ഥാപനം സ്വകാര്യവൽക്കരിക്കുമ്പോൾ ജീവനക്കാർ, നാട്ടുകാർ വലിയ പ്രക്ഷോഭം മാസങ്ങളോളം നടത്തി. ഇപ്പോഴും ആ പ്രക്ഷോഭത്തിൻ്റെ അല ഒടുങ്ങിയിട്ടില്ല. ആ പ്രക്ഷോഭം നടക്കുമ്പോഴും നമ്മുടെ എം പി ആ പ്രക്ഷോഭ മുഖത്തേക്ക് വരികയോ ഈ വിൽപ്പനയെ അപലപിക്കുകയോ ചെയ്തിട്ടില്ല എന്നൊരു പ്രശ്നം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ നിൽക്കുമ്പോൾ ഈ പൂജപ്പുരയ്ക്ക് വെളിപ്പാടകലെയാണ് വിജയമോഹിനി മില്ല്. അത് പൂട്ടിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലൊന്നായി നിരവധി ആളുകൾ പണിയെടുപ്പ് ജീവിച്ചിരുന്നൊരു സ്ഥാപനമാണ്. അത് പൂട്ടി അതിൻ്റെ മുമ്പിൽ തൊഴിലാളികളുടെ സമരം വർഷങ്ങളായി നടക്കുകയാണ്. ആ തൊഴിലാളി സമരത്തോടൊപ്പം എം പി ഇല്ല. അപ്പോൾ കേന്ദ്ര സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിൽക്കുമ്പോൾ തിരുവനന്തപുരത്തിൻ്റെ അഭിമാന സ്തംഭങ്ങളായ പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിൽക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഒരിടനിലക്കാരനായിട്ടാണ് നമ്മുടെ എം പി കാലം അത്രയും പ്രവർത്തിച്ചത് എന്നൊരു വിമർശനം ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ശക്തമായി ഉയർന്നു വരുന്നുണ്ട്. അതിന് മറുപടി പറഞ്ഞ് മാത്രമേ UDFന് തിരഞ്ഞെടുപ്പിൽ മുമ്പോട്ട് പോകാൻ സാധിക്കൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 3ാം സ്ഥാനത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അങ്ങനെ പറ്റിയ കൈത്തെറ്റുകൾ ഒട്ടേറെ തിരുത്തിയ അനുഭവം തിരുവനന്തപുരത്തുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്നൊരു അസംബ്ലി മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. ആ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ VK പ്രശാന്ത് ജയിച്ചു വരുമ്പോൾ അതിന് മുമ്പ് നടന്ന തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 3ാം സ്ഥാനത്താണ്. അത് തിരുത്തിയാണ് ആ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ VK പ്രശാന്ത് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരുന്നത്. അതുകൊണ്ട് ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കൊരു സംശയവുമില്ല, തിരുവനന്തപുരത്തെ ജനത അവർക്ക് പറ്റിയ കൈത്തെറ്റ് തിരുത്തുക തന്നെ ചെയ്യും. വലിയ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ മുന്നണിക്ക് വിജയിക്കാനാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ശരി.